വലിയ വലിയ അപകടങ്ങളിൽപ്പെട്ടവർക്കും അല്ലെങ്കിൽ മെഡിക്കൽ കാര്യങ്ങളായിട്ട് ഓപ്പറേഷനോ കാര്യങ്ങളോ കോടിക്കണക്കിന് രൂപ വേണ്ടവർക്കായാലും വാരിക്കോരി കൈ നിറയെ കൊടുത്ത് രക്ഷപ്പെടുത്തി കൂടെ കൂട്ടിയവരാണ് നമ്മൾ മലയാളികൾ. ആ ചരിത്രം പണ്ട് മുതലേ ലോകം മുഴുവൻ പ്രശസ്തമാണ്. പക്ഷേ നമ്മുടെ ഈ നല്ല ഉദ്ദേശം അവർക്ക് ഒരു ശിക്ഷയാവാതിരിക്കാൻ കൂടെ നമ്മൾ നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊണേഷൻ മുഴുവൻ നമ്മൾ അവരുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുത്താൽ 50,000 രൂപയിൽ കൂടുതൽ ക്ലോസ് റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് അല്ലാതെ കിട്ടുന്ന ഡൊണേഷൻസിന് അവർ 30% രൂപ വരെ ടാക്സ് കൊടുക്കേണ്ടി വന്നേക്കാം. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ എമൗണ്ട് പല രജിസ്റ്റേർഡ് ആയിട്ടുള്ള വിശ്വസ്തമായ ചാരിറ്റബിൾ ട്രസ്റ്റുകളിലൂടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ കേരള ചീഫ് മിനിസ്റ്ററുടെയോ റിലീഫ് അക്കൗണ്ടുകൾ വഴിയോ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് അവർക്ക് കയ്യിൽ കിട്ടുകയും ഇതിന് യാതൊരു ടാക്സ് ബാധ്യതയും ഇല്ലാതെ അവർക്ക് ഉപയോഗിക്കാനും കഴിയും. ഇതിന് ഭയാനകമായ ഒരു വിഷയം, ടാക്സ് വരും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭയാനകമായ ഒരു വിഷയം എന്തെന്നാൽ ഈ എമൗണ്ടുകളെല്ലാം കിട്ടി ഇതെല്ലാം ചെലവാക്കി 2-3 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇവർക്ക് ഈ ടാക്സ് ഡിമാൻഡും നോട്ടീസും എൻക്വയറിയും എല്ലാം വരുന്നത്. ആ സമയത്ത് ഇവർ ആവശ്യം വേണ്ടി വന്ന തുകയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ടാക്സും ഇൻട്രസ്റ്റും പെനാൾട്ടിയുമായി കൊടുക്കേണ്ടി വന്നേക്കാം.